നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം കപ്പലണ്ടി മിഠായിയാണ്. കുട്ടിക്കാലത്തൊക്കെ ഇപ്പോഴും ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നത് മുട്ടായി എന്നാണ്. പിന്നീടാണ് അങ്ങനെ ഒരു വാക്കില്ലാന്ന് മനസ്സിലായത്. പക്ഷേ പ്രാദേശികമായ വഴക്കങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ മാറില്ല അല്ലേ. ഒട്ടുമിക്ക ആളുകൾക്കും കപ്പലണ്ടി മിഠായി ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു സ്വീറ്റ് കൂടിയാണല്ലേ കപ്പലണ്ടി മിഠായി. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി എനിക്ക് ആവശ്യം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പച്ച കപ്പലണ്ടിയാണ്. ഒരു 1/2 കിലോഗ്രാമോളം കാണും. ഈ 1/2 കിലോ ഒന്നും നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല. എത്ര ആണ് നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് ചേർക്കുന്നതെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കപ്പലണ്ടി ഒന്നും വറുക്കാൻ ടൈം ഇല്ലാത്തവർക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത കപ്പലണ്ടി മാർക്കറ്റിൽ കിട്ടും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈങ് പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കപ്പലണ്ടി മിഠായി തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് മീഡിയം ഹീറ്റിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു മീഡിയം ചെറിയ മണവും കപ്പലണ്ടി ഇങ്ങനെ ഒന്ന് പൊട്ടിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ കപ്പലണ്ടി ഫ്രൈ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് കപ്പലണ്ടി വീണ്ടും ഫ്രൈ ആയി പോകും. ഇപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വൃത്തിയാക്കി ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കപ്പലണ്ടി മിഠായി നമുക്ക് പരത്തിയെടുക്കാനുള്ള പാത്രങ്ങൾ റെഡിയാക്കി വെക്കണം. ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാം. ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ താഴെ കുറച്ച് നെയ്യ് തടവിയിട്ട് ആ ഭാഗം കൊണ്ട് നമുക്ക് കപ്പലണ്ടി മിഠായി ഇങ്ങനെ നിരത്തിയെടുക്കാൻ പറ്റും. ഫോയിൽ പേപ്പറും ബട്ടർ പേപ്പറും കയ്യിലില്ലാത്തവർ സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് കപ്പലണ്ടി മിഠായി അതിലേക്ക് ഒഴിക്കാം. എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു വർക്കിംഗ് ടേബിൾ കാണുമല്ലോ. ആ വർക്കിംഗ് ടേബിളിൽ ഞാൻ ഫോയിൽ പേപ്പർ നിരത്തിയിട്ടിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവും. അതിനുശേഷം നമ്മൾ ഒരു ചപ്പാത്തി പലകയിലും കുറച്ച് നെയ്യ് തടവി വെച്ചിരുന്നാൽ ആ നിരപ്പായ സർഫസിലേക്ക് കപ്പലണ്ടി മിഠായി ഇട്ടിട്ട് വേഗം നിരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ശർക്കരയാണ് ഉരുക്കിയെടുക്കേണ്ടത്. ശർക്കര ഞാൻ കുറച്ച് ചീകി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശർക്കരയ്ക്ക് 1 കപ്പെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ നമ്മൾ ശർക്കര എടുത്താൽ ആ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് നമ്മൾ കപ്പലണ്ടിയുടെ അളവും എടുക്കേണ്ടത്. അത്ര മാത്രമേ ഉള്ളൂ. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളമാണ് ശർക്കരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർക്കുവാണെങ്കിൽ ശർക്കര ഉരുകി വറ്റി വരാൻ കുറേ സമയമെടുക്കും. ഇനി നമുക്കിതൊന്ന് ഉരുക്കി തുടങ്ങാം. ശർക്കര ഇങ്ങനെ ഉരുകി വരുന്ന ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ശർക്കര മറയൂർ ശർക്കരയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് കല്ലും കട്ടയും അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരിക്കാത്തത്. അങ്ങനെ ശർക്കര കയ്യിലില്ലാത്തവർ ഈ സ്റ്റേജിൽ ജസ്റ്റ് ഒന്ന് അരിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മണ്ണോ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിയ വലിയ പതഞ്ഞാണ് ഇപ്പം ശർക്കര ഉരുകുന്നത്. കപ്പലണ്ടി മിഠായി തയ്യാറാക്കാൻ വളരെ ഈസി ആണെങ്കിലും ശർക്കരയുടെ പാകം കറക്റ്റ് ആയില്ലെങ്കിൽ ഫെയിലായി പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കരയുടെ പാകം തന്നെയാണ്. ശർക്കര ഒരുപാട് തീയിലിട്ട് ഉരുക്കിയെടുത്ത് അത് വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയത്തിന് തൊട്ട് താഴെയുള്ള സ്റ്റേജിൽ വെച്ചിട്ട് ശർക്കര ഇങ്ങനെ ഉരുക്കിയെടുത്താൽ മതി. നമുക്കിനി ശർക്കരയുടെ പാകം ഒന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1-2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതൊട്ടും ശരിയായിട്ടില്ല ശർക്കര. അപ്പം നമുക്ക് ഇനി ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് ഉരുക്കിയെടുക്കണം. ചെറിയ തീയിൽ നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനിയും നമുക്കിതിൻ്റെ പാകം ഒന്ന് നോക്കണം. ശർക്കര ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ, അതായത് സോഫ്റ്റ് ബോൾ പരുവം എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് ബോളായിട്ടിരിക്കുമ്പോൾ നമ്മൾ ശർക്കരയിലേക്ക് കപ്പലണ്ടി ഇട്ടാൽ കപ്പലണ്ടി മിഠായി ശരിയാവില്ല. കുറച്ചും കൂടെ ഒന്ന് ഒടിയുന്ന പരുവമാവണം. ഒരുപാട് ഒടിയുന്നതല്ല. നമുക്കിപ്പോൾ നോക്കാം.
ഇതിപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് നമ്മുടെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് പാകമല്ല. ഇങ്ങനെ ഉരുണ്ട് വരുന്ന ശർക്കര നമ്മൾ വായിലിട്ടൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ പല്ലിലെല്ലാം അത് പറ്റും. അതൊരിക്കലും നമ്മുടെ കപ്പലണ്ടി മുട്ടായിക്കുള്ള പാകമല്ല എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. എപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മളൊന്ന് കടിച്ചു നോക്കണം എങ്ങനെയാണ് ആ ശർക്കരയുടെ പാകമെന്ന്. ശർക്കര ഒരു ഏകദേശം കുറുകിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു അവസരത്തിൽ വീണ്ടും ഒരു ടെസ്റ്റും കൂടെ ഒന്ന് നടത്തി നോക്കാം. ശർക്കര തറയെ വീണ ഒരു കല്ല് വീഴുന്ന സൗണ്ട് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ശർക്കരയുടെ പാകം. ശർക്കരയുടെ പാകം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കേണ്ട. നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് നല്ല ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇത് 1 കപ്പ് കപ്പലണ്ടിയാണ്. ഇനി നമുക്കൊരു 1/2 കപ്പും കൂടെ ചേർക്കണം. അതായത് ടോട്ടൽ 1.5 കപ്പ് കപ്പലണ്ടിയാണ് നമ്മൾ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ടോട്ടൽ കപ്പലണ്ടിക്ക് 1 കപ്പ് ശർക്കരയാണ് നമ്മൾ ചേർത്തത്. ഇനി നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തങ്ങ് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ട് ഇത് നിരത്തണം. പിന്നീട് പേപ്പറൊന്നും ശരിയാക്കാൻ നിങ്ങൾ പോകരുത്. ആദ്യമേ തന്നെ അത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ ശർക്കരയിൽ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി കപ്പലണ്ടി മിഠായിയുടെ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫോയിൽ പേപ്പറിൽ നെയ്യൊക്കെ തടവി വെച്ചിരുന്ന ആ ടേബിളിൻ്റെ സർഫസിൻ്റെ മുകളിലേക്ക് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി പലകയിൽ നമ്മൾ ഓൾറെഡി നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഒന്ന് ഒരുപോലെ നമുക്കൊന്ന് നിരത്തിയെടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോ ഫോർക്കോ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ, ഒരു സ്ക്വയർ ഷേപ്പിലാണല്ലോ നമുക്ക് എപ്പോഴും കിട്ടുന്നത്, അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പാക്കി വെക്കാം. ഒരു മണിക്കൂർ നമുക്കിത് തണുക്കാൻ വെക്കണം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കപ്പലണ്ടി മിഠായി നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഫോയിൽ പേപ്പറൊക്കെ നമുക്കങ്ങ് റിമൂവ് ചെയ്ത് കളയാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ കപ്പലണ്ടി മിഠായി ട്രൈ ചെയ്ത് നോക്കണം. ചില സമയങ്ങളിൽ കപ്പലണ്ടി മിഠായി പ്രിപ്പയർ ചെയ്യുമ്പോൾ പരസ്പരം ഇതൊന്ന് യോജിക്കാൻ ഒരു പ്രയാസം പോലെ തോന്നും. അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ നിങ്ങളൊന്ന് ചെറിയ ചൂടിൽ ഉരുക്കിയെടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ തയ്യാറാക്കി കട്ടിയായി പോയ ഈ മിക്സ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് വീണ്ടും ഒന്ന് നിരത്തിയാൽ മതി. അത് ശരിയായി വരും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നമ്മുടെ കപ്പലണ്ടി മിഠായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഉറപ്പായിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.